ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോ ഒരാള് പറഞ്ഞു, ഒരു രോഗിയായ ഒരു മനുഷ്യൻ തങ്ങളുടെ അടുത്തേക്ക് വന്നൊരു കഥ ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവം പറഞ്ഞു. ഒരു രോഗിയായ മനുഷ്യൻ വന്നപ്പോ തങ്ങൾ ഒരു കെട്ട് ബീഡി അങ്ങ് കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ ഞാൻ ബീഡി വലിക്കലില്ല, തങ്ങളെ ഞാൻ ബീഡി വലിക്കലില്ല എന്ന് പറഞ്ഞ്. അപ്പൊ കൂടെയുള്ള ആള് പറഞ്ഞതാ അങ്ങനെ പറയണ്ട, ഒരെണ്ണം എടുത്തിട്ട് ബാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇയാൾ ഒരെണ്ണം കീശിലിട്ട് ബാക്കി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ പുരയിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ശേഷം ബീഡി വലിച്ചതാ. ബീഡി ഇങ്ങനെ വായിൽ വെക്കുമ്പോ ഭാര്യ ചോദിക്കാണ്, സുബ്ഹാനല്ലാഹ്, ജീവിതത്തില്ലാത്തൊരു പരിപാടി എവിടെ നിന്നാ തുടങ്ങിയത്? അപ്പൊ ഇവൻ പറഞ്ഞു, തങ്ങൾ തന്നതാണ് സുബ്ഹാനല്ലാഹ്. ഇവൻ അങ്ങ് വായിലങ്ങ് വീടിയും വെച്ച് അങ്ങ് കത്തിക്കാൻ തുടങ്ങി. അങ്ങ് കത്തിച്ച് പുക ഇങ്ങനെ പയറ്റേക്ക് പോയപ്പോ ഇവനങ്ങ് ഛർദിക്കാൻ തുടങ്ങി. സുബ്ഹാന റബ്ബി. ഈ ഛർദിയിലൂടെ ഇവന്റെ വയറ്റുന്ന് പുറത്തേക്ക് വരാത്ത സാധനമൊന്നും ബാക്കിയില്ല. എല്ലാം അങ്ങ് ക്ലിയർ ആയപ്പോ ഇയാളെ രോഗം മാറി. ഈ രോഗം മാറ്റാനല്ലേ ബീഡി കൊടുത്തത്? അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, രോഗം മാറ്റുവാൻ ബീഡി. പൊന്നാറിന്റെ മോലരെ, ബീഡി എന്ന് പറഞ്ഞാൽ ഹറാമല്ലേ? ബീഡി സിഗരറ്റൊക്കെ ഹറാമല്ലേ? ഹറാമും ഹലാലും അവിടെ നിൽക്കട്ടെ. ഇനി രോഗത്തിന് മരുന്നായിട്ട് ആരെങ്കിലും ബീഡി കൊടുക്കോ? പീരാന്തന്മാരല്ലാതെ. ഏതോ ഒരു പീരാന്തന്റെ അടുത്ത് പോയിട്ട് രോഗിയാണെന്ന് പറഞ്ഞപ്പോ അയാള് വലിക്കണ ബീഡി കെട്ടോടുക്കനെ കൊടുത്തു. ആ കെട്ടിൽ നിന്ന് ഒന്ന് ഊരിയിട്ട് അത് പോക്കറ്റിലിട്ടിട്ട് മൂപ്പര് കുടി പോയിരുന്നിട്ട് ഈ ബീഡി വലിച്ചപ്പോ അയാള് മൊത്തം ഛർദിച്ചു. അങ്ങനെ അയാളുടെ രോഗം മാറി എന്ന് പറഞ്ഞു. ഛർദിച്ചാൽ രോഗം മാറുന്ന രോഗം എന്താണ്? ഇനി ഛർദിച്ചാൽ രോഗം മാറുമെങ്കിൽ ഛർദിക്കാനുള്ള മരുന്നിൽ കൊടുക്കുക, അല്ലെങ്കിൽ വിരല് വായിലിട്ടിട്ട് ചങ്കിലേക്ക് ഇട്ടിട്ട് ഛർദിക്കല്ലേ വേണ്ടത്? പ്രിയമുള്ളവരെ, ഈ വീഡിയോ റിയാക്റ്റീവ് വീഡിയോസിൽ മുമ്പൊന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ഈ ചാനലില് കാണാത്ത ആളുകൾക്ക് കാണിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇൻഷാ അല്ലാഹ്, എന്തായാലും രോഗം മാറാന് ബീഡി മരുന്ന്, ബീഡിയുടെ ഹറാമും ഹലാലും മറ്റൊരു കഥ. ഇനി രോഗികള് ബീഡി, സിഗരറ്റ്, അതുപോലെ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ആരോഗ്യത്തിന് വിരുദ്ധമാണ്. ആരോഗ്യം എന്നുള്ളതിന്റെ വിരുദ്ധമായ കാര്യമാണ് പുകവലിക്കുക എന്നുള്ളത്. അത് രോഗത്തിന് മരുന്നായിട്ട് കൊടുത്തു എന്നാ പറഞ്ഞത്. എന്ത് ചികിത്സയത്? ഒരു ഡോക്ടർ എന്തായാലും അങ്ങനെ കൊടുക്കൂല. ഇനി ഇതൊരു ഔലിയകാക്കിയാണെന്നാ പറയണത്. അങ്ങനെയാണെങ്കിൽ തന്നെ ബീഡി, ഇനിയിപ്പോ ഒരു വയറുവേദന എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാല് പട്ടച്ചാരായ ഒഴിച്ചു കൊടുക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ റമ്മ്, വിസ്കി ഒക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ മരുന്നാന്നും പറഞ്ഞിട്ട്. എന്ത് കറാമത്തൊക്കെയാണ് ചെങ്ങായി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ്, ഏതായാലും റമദാൻ മാസം സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ നാടക സ്വലാത്തിക്കൊന്നും നമ്മൾ നിൽക്കലില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഒരു സദസ്സിനൊരു ഇമ്പം കൂട്ടണമെങ്കിൽ പിന്നെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി സ്വലാത്ത് ചെല്ലിപ്പിക്കുക. ഈ സദസ്സ് അവസാനിപ്പിക്കുമ്പോൾ ആൾക്കാരോടൊക്കെ ഒന്ന് എണീറ്റുന്നോന്ന് പറഞ്ഞ് ഞാനൊരു സ്വലാത്തിന് കാഹളം മുഴക്കിയിട്ട് നിങ്ങള് പിന്നെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചൊല്ലിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. സത്യത്തിൽ അതിൻ്റെ ഇടയിൽ ഉസ്താദ്മാരെന്ത് ചെയ്യലില്ല, സ്വലാത്ത് ചെല്ലലില്ല. ഞാൻ വേണേ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പിന്നെ മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ സല്ലല്ലാഹു അലാ. അപ്പോൾ ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യും. ആമീന ബീവി പൊന്നുമ്മ ആലത്തിൻ മുത്തേ സല്ലല്ലാഹു അലാ. അങ്ങനെ ഒരു സ്വലാത്തിന്റെ രീതി ഒന്നുമില്ല. ചെല്ലുന്നത് ആവേശം കൂട്ടാനോ ആകർഷണീയത ഉണ്ടാക്കണമെന്നല്ല, ആത്മാർത്ഥമായി. അതുപോലെ തന്നെ ഇന്ന് പുതിയ സംവിധാനങ്ങളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ലിപ്പ് ഇങ്ങനെ കൊണ്ടുവന്നു തരും, സ്വലാത്ത് പാർസലായിട്ട് അയച്ചു കൊടുക്കാൻ. 2010 സൗത്ത് കർണാടകയുടെ അല്ലൻസാർ എന്ന് പറയുന്ന SSFന്റെ ഒരു മാസികയിൽ ഒരു ലേഖനം വന്നു. SSFൽ നിന്ന് 5 കോടി സ്വലാത്ത്, SSF 5 കോടി സ്വലാത്ത് റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് ഓരോ യൂണിറ്റ് വീതം 1 ലക്ഷം സ്വലാത്ത് വീതം സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്യുക, റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ വരും ലേബിൾ. ഇപ്പം എൻ്റെ വീട്ടിലൊരു സ്ലിപ്പ് കിട്ടിയാൽ ഞാനിങ്ങനെ എഴുതാൻ ഷാഫി ഹുസൈൻ 6236 സ്വലാത്ത്, എൻ്റെ ഉമ്മാൻ്റെ പേര് ഇത്ര സ്വലാത്ത്, എൻ്റെ ഭാര്യയുടെ പേര് എഴുതിയിട്ട് ഇത്ര സ്വലാത്ത് എന്നൊക്കെ എഴുതിയിട്ട് അത് കൊടുത്താൽ അത് കൂറത്തങ്ങളോ ബായാർത്ഥങ്ങളോ വന്ന് റസൂലുള്ളാഹിക്ക് ചവിട്ടിക്കയറ്റുന്നതാണ്. ഇതൊക്കെ പുതിയ കച്ചവടത്തിൻ്റെ ടെക്നിക്കുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരിന്തൽമണ്ണയുടെ ഈ ഭ്രാന്തപ്രദേശങ്ങളിൽ എവിടെ വീടിൻ്റെ അകത്തളങ്ങളിലിരുന്ന് അള്ളാന്റെ മുത്ത് റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോ
അതെത്തിച്ചു കൊടുക്കാ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരുടെയും കയ്യിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇനി മാത്രല്ല, ആ സ്വലാത്തിലെ തൗഹീദ് നോക്കേ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണമെന്ന ആയത്തിറങ്ങുമ്പോ സ്വഹാബത്തോടി വരികയാണ് പ്രവാചകന്റെ മുമ്പിലോട്. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിക്കുകയാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണേ അല്ലാ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ വീണ്ടും അല്ലാഹുവോട് പറയുന്നുണ്ടല്ലാ, മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ. ഈ സ്വലാത്തിൽ ആരോടാ പ്രാർത്ഥിച്ചേ? ആരോടാ? അല്ലാഹുവോട്. ആർക്ക് വേണ്ടിയാ ദുആ ചെയ്തേ? അള്ളാന്റെ പ്രവാചകന് വേണ്ടി, നബിയോട് തേട്ടല്ല. അതിനാ സ്വലാത്ത്. പക്ഷെ ബിദഅത്തായ സ്വലാത്ത് വന്നു. ഇപ്പൊ 110 സ്വലാത്തുള്ള നമ്മൾ മേടിക്കുന്ന പുസ്തകങ്ങളൊക്കെ അല്ലേ, തനി കച്ചവടാട്ടോ. അൽമൻസിലൊക്കെ ഉള്ള വീട്ടിൽ എലിശല്യമുണ്ട്. അപ്പൊ ഉസ്താദ് അതിന് മറുപടി കൊടുത്തേക്കാണ് 10 രൂപ കവറിലിട്ടിട്ട് അയച്ചു കൊടുക്കാൻ. ആ 10 റുപ്യക്ക് എലിവശം മേടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബോധം പോലും മൊയിലേക്ക് ഉണ്ടായില്ലല്ലോ. തിരുവനന്തപുരത്തേക്ക് 10 റുപ്യ കവറിലിട്ട് അയച്ചു കൊടുക്കാൻ. അപ്പൊ പ്രാർത്ഥന ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇങ്ങനെ പല സംഭവമുണ്ട്. കൈവേദന ഉള്ളവന് തബ്ബത്തിയത് അബീലഹബിൻ വത്തബ്, അബൂലഹബിന്റെ 2 കൈയും ചീഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൈവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ. ഈ വക തട്ടിപ്പുകളിലെ. അപ്പൊ ഈ പുസ്തകത്തിൽ 110 സ്വലാത്തിന്റെ താജു സ്വലാത്തിൽ, അതിലൊക്കെ ആ പുസ്തകത്തിൽ 110 സ്വലാത്തുണ്ട്. പേര് മാത്രം താജു സ്വലാത്ത് സ്വലാത്ത് വേറുണ്ടെങ്കിലും ഒരുപാട് സ്വലാത്തുണ്ട്. ആ പുസ്തകത്തിൽ പറയാ, പിന്നെ ഹുദബിയദീഹി ഖദലാക തഹീലതീഹി വഅദ്രിക്നി യാ റസൂലല്ലാഹ്. ഹുദബിയദി, എന്റെ കൈക്കൊന്ന് പിടിക്കണേ. ഖദലാക തഹീലതി, എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിട്ടുണ്ട്, എന്നെയൊന്ന് സ്വീകരിക്കണേ നബിയേ. റസൂലുള്ള പഠിപ്പിച്ചേല് അള്ളാഹിനോട് നബിക്ക് വേണ്ടി, പുതിയത് പഠിപ്പിച്ചേല് നമുക്ക് വേണ്ടി നബിയോട്. ഏത് നബിമാരുടെ അവിടുന്ന് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിനോട് നബിക്ക് വേണ്ടി. മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാം, അള്ളാഹിനോട് അവർക്ക് വേണ്ടി. സഹാബത്തുൽ കിറാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ. അവരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അള്ളാഹിനോട്, അവരോട് തേടാനില്ല.